നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി ഭീകരർ. ഇപ്പോൾ ജയ്ഷെ പ്രവർത്തകരാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ബീഹാർ സംസ്ഥാനത്താണ് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് അവിടെ നടക്കുന്നത്. ഈ 3 ഭീകരരുടെ സംശയിക്കുന്ന ചിത്രങ്ങളടക്കം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും പരിശോധന ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജയ്ഷെ മുഹമ്മദ് ഭീകരരായ 3 പേരാണ് ബീഹാറിലേക്ക് കടന്നത്. റാവൽപിണ്ടി സ്വദേശികളായ ഹസ്നൈൻ അലി, ആദിൽ ഹുസൈൻ, മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് വിവരം. ഇവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പോലീസ് പങ്കുവച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഭീകരർ നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെത്തിയത്. തുടർന്ന് ഇവിടെ നിന്നും കഴിഞ്ഞ ആഴ്ച ബീഹാറിലേക്ക് പ്രവേശിച്ചതായിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. അവിടെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ അവിടുത്തെ അന്വേഷണ സംഘങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംശയിക്കുന്ന ആളുകളുടെ പാസ്പോർട്ട് രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ ശക്തമായ പരിശോധന നടത്തണമെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു. അതിർത്തി പ്രദേശങ്ങളായ മധുബാനി, സീതാമർഹി, സുപോൾ, അരാരിയ എന്നിവിടങ്ങളിലും കനത്ത നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ബീഹാറിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റിൽ നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് ആദ്യം ഈ ഭീകരർ എത്തിയത്. കഴിഞ്ഞ ആഴ്ച തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ കടന്നതായി പിന്നീട് പോലീസ് അറിയിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ബീഹാറിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സംശയിക്കുന്ന ആളുകളുടെ പാസ്പോർട്ട് രേഖകൾ അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ ശക്തമായ പരിശോധന നടത്തണമെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ രേഖാചിത്രങ്ങളൊക്കെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭീകരരെന്ന് സംശയിക്കുന്ന ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജനങ്ങളോട് കൃത്യമായിട്ട് വിവരങ്ങൾ പോലീസിന് നൽകാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സുരക്ഷ പോലീസ് ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ബീഹാർ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഭീകരരുടെ പേര് വിവരങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, പാസ്പോർട്ട് വിശദാംശങ്ങൾ എന്നിവ അതിർത്തി ജില്ലകളിലേക്കും കൈമാറിയിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് ഭീകരാക്രമണ സാധ്യതയുള്ളതിനാൽ സുരക്ഷാ ഏജൻസികളും ജാഗ്രതയിലാണ്. സ്ഥിതിഗതികളെക്കുറിച്ച് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും നിരീക്ഷണം ശക്തമാക്കാനും ഫീൽഡ് വിവരങ്ങൾ ശേഖരിക്കാനും സംശയാസ്പദമായ ഏതൊരു പ്രവർത്തനത്തിനെതിരെയും ഉടനടി നടപടിയെടുക്കാനും എല്ലാ ജില്ലാ ഇന്റലിജൻസ് യൂണിറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല. കാരണം 3 മാസം മുമ്പ് മെയ് മാസത്തിലും വെറും 20 ദിവസത്തിനുള്ളിൽ 18 സംശയാസ്പദമായ വ്യക്തികളാണ് ബീഹാറിലേക്ക് ഇത്തരത്തിൽ കടന്നിരിക്കുന്നത്. ഇവരിൽ ഖലിസ്ഥാനി പ്രവർത്തകനാണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. നേപ്പാളുമായി ബീഹാർ 700 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ ഭാഗം ഒരു പ്രധാന നുഴഞ്ഞുകയറ്റ കേന്ദ്രമാണ്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സുപോൾ ഉൾപ്പെടെയുള്ള 7 ജില്ലകളും 24 മണിക്കൂറും നിരീക്ഷണത്തിലാണ്. കിഷൻഗഞ്ച് ജില്ലയിൽ നിന്ന് ബംഗ്ലാദേശ് അതിർത്തി വെറും 20 കിലോമീറ്റർ മാത്രം അകലെയാണ് എന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇന്ന് മറ്റൊരു ഏറ്റുമുട്ടലും നടന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോര ജില്ലയിലാണ് ഗുരസ് സെക്ടറിൽ നിയന്ത്രണ രേഖയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 2 ഭീകരരെയാണ് ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്നത്. ഓപ്പറേഷൻ നൌഷേര നാർ 4ന്റെ ഭാഗമായി നൌഷേര നാറിന് സമീപമാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കാനുള്ള സംഘത്തിന്റെ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തുകയായിരുന്നു. തുടർന്നുണ്ടായ വെടിവെപ്പിലാണ് 2 ഭീകരർ കൊല്ലപ്പെട്ടത്. പുലർച്ചെയോടെ മറ്റു നുഴഞ്ഞുകയറ്റക്കാർ ആരുമില്ലെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ സൈന്യം പ്രദേശത്ത് വ്യാപകമായ തെരച്ചിലും ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഏറ്റുമുട്ടലിനെ തുടർന്ന് കൂടുതൽ നുഴഞ്ഞുകയറ്റുകാരോ സംശയാസ്പദമായ പ്രവർത്തനങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കാൻ സമീപ പ്രദേശങ്ങളിലും തിരച്ചിൽ ആരംഭിച്ചു. നുഴഞ്ഞുകയറ്റ ശ്രമം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ജമ്മു കാശ്മീർ പോലീസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് ഗുരസ് സെക്ടറിൽ ഒരു സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു. സംശയാസ്പദമായ നീക്കം സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും 2 ഭീകരരെ വധിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്ത്യൻ സൈന്യം എക്സ് പോസ്റ്റിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും ഇത്തരത്തിൽ 3 ജയ്ഷെ ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുകയും അത് ജനങ്ങൾക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വടക്കൻ കശ്മീരിലെ ബന്ദിപ്പോരയിൽ 2 ലഷ്കർ
ലഷ്കർ ഇ തോയ്ബ ഭീകരരെയും സുരക്ഷാ സേന ഇത്തരത്തിൽ പിടികൂടിയിരുന്നു. പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഭീകരരെ ആയുധങ്ങളോടും വെടിമരുന്നിനോടും കൂടി അറസ്റ്റ് ചെയ്തതെന്ന് പിന്നീട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് 2 ചൈനീസ് ഗ്രനേഡുകൾ, 2 UBGL ഗ്രനേഡുകൾ, 10 റൗണ്ട് AKS എന്നിവ കണ്ടെടുത്തിട്ടുണ്ടെന്നും അറിയിച്ചു. SK ബാല സ്വദേശിയായ അബ് മജീദ് ഗോജരി, വിജ്പാര സ്വദേശിയായ അബ് അഹമ്മദ് ദാർ എന്നിവരാണ് അറസ്റ്റിലായത്. UAPA പ്രകാരം കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ലഷ്കർ ഇ തോയ്ബയുടെ ഉപസംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ശ്രീനഗറിലെയും ഹരിദ്വാരയിലെയും 2 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. അറസ്റ്റിലായവരുടെ വീടുകളിൽ നിന്നും റെയ്ഡിൽ ഈ വർഷം മെയ് മാസത്തിൽ സംസ്ഥാന പോലീസിൽ നിന്നും NIA ഏറ്റെടുത്ത കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ കേസിൽ 2 പേരെ സംസ്ഥാനം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്വേഷണത്തിനിടെ വിദേശത്തു നിന്ന് ലഭിച്ച പണത്തെക്കുറിച്ചും NIA കണ്ടെത്തി. ഇതും വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. പ്രാദേശിക യുവാക്കളെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും അതിനായി തീവ്രവാദ സംഘടനകൾ ധനസഹായം നൽകുകയും ചെയ്തതായി അന്വേഷണത്തിൽ തെളിഞ്ഞതായി കൂടുതൽ വിവരങ്ങൾ നൽകാതെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ നമ്മുടെ അതിർത്തി പങ്കിടുന്ന പല സംസ്ഥാനങ്ങളിലൂടെയും നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള അന്വേഷണവും അതുപോലെ തന്നെ ഇന്റലിജൻസ് വിവരങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഇവരെയൊക്കെ പിടികൂടാനും ഇവരെയൊക്കെ കൊലപ്പെടുത്താനും നമ്മുടെ ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബീഹാറിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അവിടെ ഒരു ഭീകരാക്രമണ സാധ്യത ഉണ്ടാകാനുള്ള എല്ലാ നീക്കങ്ങളും ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഭീകരർക്കായിട്ടുള്ള അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പാകിസ്ഥാൻ അടക്കം ഇപ്പോൾ ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഇന്ത്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.